ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വളരെ ടേസ്റ്റിയായ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ആട്ടിൻ തല വറുത്തരച്ച് വെച്ചതാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തേങ്ങാക്കുത്താണിത്. തേങ്ങാക്കുത്തെടുത്തിട്ടുണ്ട്, പിന്നെ ഉണക്കമുളകും മല്ലിയും കൂടി ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ വറുത്തതിന് ശേഷം നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റാം. മൊത്തത്തിലായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഇത് വറുത്തിന് കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാത്തത് കൊണ്ടാണ്. നല്ലപോലെ വറുത്തെടുത്തിന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട്. അതിന് നമുക്കിതൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. നല്ലപോലെ ഫസ്റ്റ് വെള്ളം ഇല്ലാണ്ടാണ് അടിച്ചെടുക്കുന്നത്. ഇതാ കണ്ട, വെള്ളം ഇല്ലാണ്ട് ഇതുപോലെ അടിഞ്ഞിട്ടുണ്ട് നല്ലപോലെ. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിത് പെരുംജീരകമാണ്. പെരുംജീരകം ഇട്ടിട്ട് കുറച്ചാണ് എടുത്തിട്ടുള്ളൂ പെരുംജീരകം. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ അടിച്ചിട്ടിട്ട് സെറ്റായിട്ടുണ്ട് കണ്ട. ഇതുപോലെ ഈ ഒരു പരുവത്തിലൊന്ന് അടിച്ചെടുക്കണം. ഇത് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി. ഇത് നന്നായി വാഷ് ചെയ്തിട്ടെടുത്ത ആട്ടിൻ തലയാണിത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഉണ്ടല്ലോ അടിച്ചെടുത്ത്, അതാണിത്. ഇത് മട്ടൻ മസാലയാണ്. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് ഈ ആട്ടുംതല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ മസാല, നേരത്തെ അടിച്ചെടുത്ത മസാലയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് മട്ടൻ മസാലപ്പൊടിയാണ്. കുറച്ചധികം ഇട്ട് കൊടുത്തോ മട്ടൻ മസാലപ്പൊടി. നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. മിക്സ് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കുക്കർ ചൂടാൻ വേണ്ടി വെക്കാം. കുക്കർ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയാണ്, കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോ കാണുന്ന പോലെയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കരിവേപ്പിലയാണ്. കുറച്ചധികം കരിവേപ്പില ഇട്ട് കൊടുത്തോ. ഇനി അടുത്തത് മസാല ഉണ്ടാക്കലാണ്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, 2 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് 2 തക്കാളിയാണ്. ഇനി നമുക്ക് ഇത് മൂന്നും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കുക. മസാല ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. അതിന് കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെക്കുക. വിസിൽ വരുത്തിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നതാണ്. ഇതൊന്നും പെട്ടെന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വിസിൽ വന്നതിന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വിസിൽ കളഞ്ഞിട്ടൊന്ന് ഓപ്പൺ ആക്കുന്നതാണ്. കുറച്ച് ടൈമാണ് അടച്ച് വെച്ചിട്ടുള്ളൂ. ഇതൊന്ന് പെട്ടെന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മസാല. അത് കുറേ ടൈം എടുക്കും ഇതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ്. നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ഈ ആട്ടിൻ്റെ തല മിക്സാക്കിയ മസാലയൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കണം. നേരത്തെ തയ്യാറാക്കിയ ഉള്ളിൻ്റെ മസാലയും ഈ ആട്ടിൻ തലയും ഒക്കെ ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം.
നമ്മളിതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം മസാല ഉണ്ടാവണം, എന്നാലും ഇതിന് ടേസ്റ്റ് ഒരു കറക്റ്റ് ആവും. കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ, കുറച്ചൊരു നുള്ളിൽ ഇട്ടിട്ടുള്ളൂ ഗരം മസാല. കുറച്ചൊരു ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് നേരത്തെ മസാലേൻ്റെ കുറച്ച് ബാക്കിയും കൂടി വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു കൊടുക്കാം. 4 വിസിലാണ് ഇതിന് വേണ്ടത്. നമ്മൾ 4 വിസിലിവിടെ വന്നിട്ടുണ്ട്. വിസിൽ വന്നതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വിസിൽ മൊത്തത്തിൽ കളഞ്ഞിട്ട് വേണം ഇത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിക്കുന്നത് ആട്ടിൻ്റെ തല. വിസിലൊക്കെ കളഞ്ഞിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് പതപ്പിച്ചിട്ടെടുക്കണം. ഇത് നമ്മൾ മല്ലിയിലയും പുതിനയിലയും കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ആക്കാം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് പതപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട്. നമ്മളെ ആട്ടിൻ തല വറുത്തരച്ച് വെച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണിത്. ഒറോട്ടിൻ്റെ കൂടിയും പൊറോട്ടൻ്റെ കൂടിയൊക്കെ കൂട്ടി കഴിക്കാവുന്ന ഒരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.